ഇപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. അതിന് നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് ഒരു 5 ടീസ്പൂൺ ഓയിൽ വെച്ചെടുക്കാം. അതിനുശേഷം പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഒരു നന്നായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് സെല്ലറി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 3 മുട്ടയാണ് ചേർത്തത്. മുട്ട നമുക്ക് ആവശ്യത്തിന് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 3-4 പേർക്കുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊത്തി പൊരിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കാബേജ്, അതുപോലെ തന്നെ ക്യാരറ്റ്, കുറച്ച് ബീൻസും കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് അതും ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി സവാള അതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അരമുറി ക്യാപ്സിക്കം അതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം, ചെറുതാക്കി ചെയ്യാം, നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് നമ്മൾ നീളത്തിലുള്ള റൈസ് എടുത്താൽ മതി. അത് നമുക്കൊരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളത് ഒരു 90% വേവിച്ച് വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു 3 ആൾക്കുള്ള ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഒരു ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള അജിനോമോട്ടോ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കനാണത്. ഇത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ വേവിച്ചിട്ടോ നമുക്ക് ചേർക്കാം. അതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ അരിഞ്ഞ് ചേർത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ചിക്കൻ നമുക്ക് ഫ്രൈയും ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അതുപോലെ വേവിച്ചിട്ടും ചേർക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇത്തിരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് അങ്ങനെ ചേർത്താൽ മതി. അല്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസാണത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു പുതിയ ഐറ്റംസ് നമുക്ക് വീണ്ടും കാണാം.